ഹലോ ഫ്രണ്ട്സ്, ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ഏകദേശം 9% ഈ ഓഹരി ഇന്ന് ഉയർന്നിരിക്കുന്നു. ഇന്ത്യയിലെ മൊത്തം ഷിപ്പ് ബിൽഡിംഗ് ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിട്ട് ഒരു പ്രധാനപ്പെട്ട ദിവസമാണിന്ന്. കാരണം ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ഒരു കരാറിൽ ഏർപ്പെട്ടിരിക്കുന്നു, ഒരു MOU സൈൻ ചെയ്തിരിക്കുന്നു. നോർവേ ബേസ്ഡ് ആയിട്ടുള്ള കെൻസ്ബർഗ് എന്ന് പറയുന്ന കമ്പനിയുമായിട്ട് ഇന്ത്യയിലെ ആദ്യത്തെ പോളാർ റിസർച്ച് വെസൽ ഉണ്ടാക്കാൻ PRV ഉണ്ടാക്കാനുള്ള കരാറിലാണ് ഏറ്റെടുക്കുന്നത്. ഇത് സമുദ്ര പരിവേഷണങ്ങൾക്കും മറ്റുമായിട്ട് ഉപയോഗിക്കുന്ന കപ്പലുകളാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു കപ്പൽ ഉണ്ടാക്കുന്നത്. പൂർണ്ണമായും ഇന്ത്യയിലാണ് ഇത് ഉണ്ടാക്കാൻ പോകുന്നത്. ഈ ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സിൻ്റെ കൊൽക്കത്ത ഷിപ്പ് യാർഡിലാണ് ഈ സംഭവം ഉണ്ടാക്കാൻ പോകുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ത്യയിലേക്ക് ഒരു ഇൻ്റർനാഷണൽ ഷിപ്പ് ഡിസൈനർ ഒരു സെറ്റപ്പ് ഇന്ത്യയിലേക്ക് വരുന്നു എന്നതിൻ്റെ ഉന്മേഷമാണ് ഇന്ത്യൻ മൊത്തം ഷിപ്പ് ബിൽഡേഴ്സിനുള്ളത്. ഏതായാലും ഇന്ത്യയിലെ നാഷണൽ സെൻറ്റർ ഫോർ പോളാർ ആൻഡ് ഓഷ്യൻ റിസർച്ചിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കപ്പൽ ഉണ്ടാക്കാൻ പോകുന്നത്. ഈ സമുദ്ര പരിവേഷണങ്ങൾക്കും അതുപോലെ തന്നെ സതേൺ ഓഷ്യൻസിലുള്ള പല പരിവേഷണങ്ങൾക്കുമായിട്ടാണ് ഈ കപ്പൽ ഉപയോഗിക്കുക. ഗവൺമെൻറ്റിൻ്റെ മേക്ക് ഇൻ ഇന്ത്യ പ്രോഗ്രാം എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിലേക്ക് കൂടുതൽ ഒരു പുഷ് കൂടിയാണ് ഈ ഒരു ന്യൂസ് എന്ന് പറയുന്നത്. കാരണം വേൾഡ് ക്ലാസ് ഷിപ്പിംഗ് ഡിസൈൻ എക്സ്പെർട്ടൈസ് ഇന്ത്യയിലേക്ക് വരുന്നു എന്നുള്ളതിൻ്റെ ഒരു ആത്മവിശ്വാസമുണ്ട്. ഇനി ഈ കമ്പനിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു Q4 ആണ് കമ്പനി പ്രഖ്യാപിച്ചിരുന്നത്. Q4 കമ്പനിയുടെ റവന്യൂ ഏകദേശം 1642 കോടി രൂപയുടെ റവന്യൂ ആണ് കമ്പനി രേഖപ്പെടുത്തിയത്. അതായത് കഴിഞ്ഞ വർഷം ഇതേ സമയം വെറും 1015 കോടി രൂപ റവന്യൂ ഉണ്ടായിരുന്ന സ്ഥാനത്താണ് 1642 കോടി രൂപ സെയിൽസ് വന്നത്. അതായത് കൃത്യമായിട്ട് പറഞ്ഞാൽ 62% വർധനവ് സെയിൽസിൽ വന്നിരിക്കുന്നു. അതുപോലെ തന്നെ നെറ്റ് പ്രോഫിറ്റിൽ കഴിഞ്ഞ വർഷം 111 കോടി രൂപ നെറ്റ് പ്രോഫിറ്റ് ഉണ്ടാക്കിയ കമ്പനി ഈ ഒരു Q4 അതായത് 2025 ജനുവരി മുതൽ ഏപ്രിൽ വരെ മാർച്ച് വരെയുള്ള Q4 244 കോടി രൂപയുടെ നെറ്റ് പ്രോഫിറ്റാണ് ഉണ്ടാക്കിയത്. ഇബിറ്റയിലും 145% വർധനവുണ്ടായിരുന്നു. 90 കോടി ഉണ്ടായിരുന്നത് ഇപ്പോൾ 220 കോടി രൂപയുടെ ഇബിറ്റയാണ് കമ്പനി Q4 രേഖപ്പെടുത്തിയത്. ഓപ്പറേറ്റിംഗ് മാർജിൻ 8.9% നിന്നും 13.5% വർദ്ധിച്ചിരുന്നു. ഫൈനൽ ഡിവിഡൻഡായിട്ട് 4 രൂപ 90 പൈസ കമ്പനി റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്രൂവ് ആയിട്ടുള്ള ഷെയർ ഹോൾഡേഴ്സിൻ്റെ മീറ്റിങ്ങിന് ശേഷം മാത്രമായിരിക്കും ഈ ഒരു ഫൈനൽ ഡിവിഡൻഡ് ഔട്ട്കം പുറത്തേക്ക് വരിക. അതുപോലെ തന്നെ ഈ ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കൊമേഴ്ഷ്യൽ ഷിപ്പ് ബിൽഡിങ്ങിലും അതുപോലെ തന്നെ ഡിഫൻസ് ഷിപ്പ് ബിൽഡിങ്ങിലും ഒരേപോലെ മികവ് പുലർത്തുന്ന ഒരു കമ്പനിയാണ്. ഇവരുടെ മാനേജ്മെൻറ്റ് വളരെ കാര്യമായിട്ടാണ് ഈ ഒരു കാര്യം പുറത്തേക്ക് പറഞ്ഞിരിക്കുന്നത്. അതായത് വലിയ കരാറുകൾ നമുക്ക് കിട്ടുന്നു, അതുപോലെ തന്നെ ഡിഫൻസിലും നമ്മൾ ഒരുപാട് കരാറുകൾ എക്സ്പെക്റ്റ് ചെയ്യുന്നു എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് കമ്പനി പറഞ്ഞത്. ഇപ്പോൾ ഏകദേശം 3445 3450 നിലവാരത്തിലാണ് കമ്പനി ട്രേഡ് ചെയ്യുന്നത്. കഴിഞ്ഞ ഈ മാർച്ചിൽ, അതായത് ഈ വർഷം തന്നെ 2 മാസം മുമ്പ് 1168 രൂപയുണ്ടായിരുന്ന സ്റ്റോക്കാണ് ഇപ്പോൾ 3445 വന്നത്. ഏകദേശം 194% വർധനവാണ് 2 മാസം കൊണ്ട് ഈ ഓഹരി വന്നത്. നിഫ്റ്റി വെറും 0.3